നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ സ്വന്തം എയർലൈനായ എയർ ഇന്ത്യ കേട്ട കുറ്റങ്ങൾ ചെറുതൊന്നുമല്ല. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ മാസം എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ നേപ്പാൾ രാജാവിനെയും സംഘത്തെയും ഉറുമ്പിന്റെ ശല്യം കാരണം പുറത്തിറക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിവാദങ്ങൾ കെട്ടടങ്ങാത്ത എയർ ഇന്ത്യ വീണ്ടും ടാറ്റ കമ്പനി അടുത്ത മാസങ്ങൾക്കുള്ളിൽ പ്രവർത്തിപ്പിക്കുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അങ്ങനെ ഉറുമ്പും പാറ്റയുമില്ലാതെ യാത്രക്കാർക്ക് പറക്കാൻ ഇനി അവസരം. നിലവിൽ ടാറ്റയ്ക്ക് ഓഹരി പങ്കാളിത്തമുള്ള എയർ ഏഷ്യ, വിസ്താര കമ്പനികൾക്ക് പുറമെ എയർ ഇന്ത്യ സർവീസുകൾ ഇനി ടാറ്റയുടെ നിയന്ത്രണത്തിലായിരിക്കും പ്രവർത്തിക്കുക. കൂടാതെ കൂടുതൽ സർവീസുകളും കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനവുമായി ലോക നിലവാരത്തിലേക്ക് വൈകാതെ എയർ ഇന്ത്യയെ ഉയർത്തുമെന്ന് ടാറ്റ പ്രഖ്യാപിക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ എയർ ഇന്ത്യയുടെ പൂർണ്ണ കൈമാറ്റം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് സൂചന. 68 വർഷങ്ങൾക്ക് മുമ്പ് ടാറ്റ തുടങ്ങിവച്ച വിമാന സർവീസ് വീണ്ടും ടാറ്റയുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ചരിത്ര നിമിഷത്തിനായാണ് കാത്തിരിക്കുന്നത്. സ്വന്തമായി ഇന്ത്യക്ക് ഒരു വിമാന സർവീസിനെ പറ്റി ഇന്ത്യക്കാർ സ്വപ്നം കണ്ടു തുടങ്ങും മുമ്പ് തന്നെ അത് പ്രാവർത്തികമാക്കിയ പ്രതിഭാശാലിയായിരുന്നു ജഹാംഗീർ രതൻജി ദാദോഭായ് ടാറ്റ എന്ന JRD ടാറ്റ. ഇന്ത്യൻ സിവിൽ ഏവിയേഷന്റെ സ്ഥാപകൻ എന്നതിനൊപ്പം പൈലറ്റ് ലൈസൻസ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്നുകൂടി JRD ടാറ്റയെ വിശേഷിപ്പിക്കാം. തുടക്കത്തിൽ തന്നെ ചരക്കു വിമാനമായിരുന്നു സർവീസ് തുടങ്ങിയത്. 1933 ടാറ്റ എയർമെയിലിന്റെ ലാഭം 60,000 രൂപയായിരുന്നുവെങ്കിൽ 1937 ആയപ്പോഴത്തേക്കും അത് 6 ലക്ഷത്തിലേക്ക് ഉയരുകയാണ് ചെയ്തത്. 1938 ടാറ്റ വിമാന സർവീസിന്റെ പേര് ടാറ്റ എയർലൈൻ എന്നാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് ടാറ്റ എയർലൈനിന്റെ എല്ലാ വിമാനങ്ങളുടെയും നിയന്ത്രണം കൈവശപ്പെടുത്തി. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ വിമാന സർവീസിന്റെ നിയന്ത്രണം ടാറ്റയുടെ കൈകളിലേക്ക് തിരികെ എത്തുകയും ചെയ്തു. 1946 JRD ടാറ്റ എയർലൈൻസിന്റെ പേര് എയർ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ കമ്പനികളുടെ ദേശസാൽക്കരണം ചൂടുപിടിച്ച വിഷയമായി മാറുകയായിരുന്നു. അങ്ങനെ ലാഭത്തിൽ പോകുന്ന കമ്പനികളെല്ലാം ദേശസാൽക്കരിക്കാനുള്ള തീരുമാനവുമായി ഗവൺമെന്റ് മുൻപോട്ട് പോയപ്പോൾ എയർ ഇന്ത്യയും സ്വാഭാവികമായി അതിൽ ഉൾപ്പെടുകയായിരുന്നു. എന്നാൽ JRD ടാറ്റ ദേശസാൽക്കരണത്തെ പൂർണ്ണമായും എതിർത്തു. ഒരു എയർലൈൻ കമ്പനിയെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു മുൻപരിചയമില്ലാത്ത ഗവൺമെന്റാണ് ഇന്ത്യയിലേതെന്നും ഇത് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലേക്കും അലസതയിലേക്കും മാത്രമേ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയുള്ളൂ എന്നും ടാറ്റ ആവർത്തിക്കുകയും ചെയ്തിട്ടും ഇതൊന്നും കേൾക്കാൻ അധികാരികൾ തയ്യാറായില്ല. 1947 ഒക്ടോബറിൽ അന്താരാഷ്ട്ര സർവീസ് തുടങ്ങാനുള്ള ഒരു പ്രപ്പോസൽ ടാറ്റ ഗവൺമെന്റിന് മുമ്പാകെ വച്ചു. ഇതിന് പ്രകാരം കമ്പനിയുടെ 49% ഓഹരികൾ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്തു. ആ നിർദ്ദേശം ആഴ്ചകൾക്കുള്ളിൽ നെഹ്റു ഗവൺമെന്റ് അംഗീകരിച്ചു. തൊട്ടടുത്ത വർഷം എയർ ഇന്ത്യ തങ്ങളുടെ ആദ്യ അന്താരാഷ്ട്ര സർവീസ് നടത്തി. ബോംബെയിൽ നിന്ന് ലണ്ടനിലേക്കായിരുന്നു അത്. തങ്ങളുടെ ഐക്കോണിക് മസ്കോട്ടായ മഹാരാജയെ ആദ്യമായി അവതരിപ്പിച്ചത് ഈ യാത്രാവേളയിലായിരുന്നു. എന്നാൽ ഗവൺമെന്റ് എയർ ഇന്ത്യയെ ദേശസാൽക്കരിച്ചതോടെ എയർ ഇന്ത്യ പൂർണ്ണമായും ടാറ്റയുടെ കൈകളിൽ നിന്ന് അകന്നു. ഗവൺമെന്റ് ബോധപൂർവം തന്നെ അവഗണിച്ചതും ടാറ്റയെ രോഷാകുലനാക്കി. 1983 ആയപ്പോഴേക്കും 2.8 കോടി കൂടി നൽകി ടാറ്റയുടെ കൈവശം അവശേഷിച്ചിരുന്ന ഓഹരികൾ കൂടി ഗവൺമെന്റ് സ്വന്തമാക്കി ദേശസാൽക്കരണം പൂർത്തിയാക്കിയെങ്കിലും എയർ ഇന്ത്യയെ നയിക്കാൻ ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ 1978 വരെയുള്ള 25 വർഷം എയർ ഇന്ത്യയുടെ ചെയർമാനായി JRD ടാറ്റ തുടർന്നു. എന്നാൽ 1978 ജനുവരി 1 എയർ ഇന്ത്യയുടെ ബോയിംഗ് 855 വിമാനം അറബിക്കടലിൽ വീണ് 213 പേർ മരിച്ചത് എയർ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ കറുത്ത ഒരു അധ്യായമായി മാറി. സംഭവം നടന്നു 1 മാസത്തിനുള്ളിൽ മൊറാർജി ദേശായി സർക്കാർ JRD ടാറ്റയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. എന്നാൽ മൊറാർജി മാറി 1980 ഇന്ദിരാഗാന്ധി അധികാരത്തിലെത്തിയപ്പോൾ ടാറ്റയെ വീണ്ടും എയർ ഇന്ത്യയുടെ ബോർഡ് ഓഫ് ഡയറക്ടറായി നിയമിച്ചു. 1993 നവംബർ 29 ജനീവയിൽ വെച്ചായിരുന്നു JRD ടാറ്റ എന്ന മഹാപ്രതിഭയുടെ അന്ത്യം. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുക്കുമ്പോൾ പ്രതീക്ഷയോടെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കടന്നുവന്ന നാഴികക്കല്ലുകൾ വീണ്ടും ഒരു പുതുചരിത്രമായി തീരുകയാണ്. അതെ, ഇനി എയർ ഇന്ത്യ തലയെടുപ്പോടെ പറക്കുമെന്ന് തന്നെ കാണാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.